ജീവിതത്തിന്റെ കനൽ വഴികളിൽ സർഗകാമനയുടെ ഇതിഹാസരഥം ഓടിച്ചു കയറ്റിയ ഗൂഡല്ലൂരിന്റെ കഥാകാരൻ MDക്ക് പ്രണാമം. ചലച്ചിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ ജീവിതം പ്രതിഭയുടെ ഉച്ചവെയിലാക്കിയ ഒരു കാരണവന്മാർക്ക് വന്ദനം. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഒരുപാട് പേരുടെ വിയർപ്പും ഉറക്കമിളപ്പുമാണ് നമ്മളിന്ന് കാണുന്ന സിനിമയെ കൊണ്ട് എത്തിച്ചത് എന്നീ വർത്തമാനകാല സിനിമയിലെ പ്രവർത്തകർ മറക്കാതിരിക്കുന്നത് തന്നെയാണ് ഈ സായാഹ്നത്തിൻ്റെ പ്രത്യേകത. മുൻപേ നടന്ന് നാട്ടുവെളിച്ചം പോലെ നമ്മുടെ കാഴ്ചയെ തെളിയിച്ചു തന്ന ഗുരുക്കന്മാരെ നിങ്ങൾക്ക് പ്രണാമം. നാളെ അവരിരുന്നത് പോലെ ഞങ്ങളുടെ തലമുറയ്ക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ ഞങ്ങൾക്ക് കൂടുതൽ ജോലി ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നിലൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ആ മനുഷ്യനാണ് കോഴിക്കോട് നിന്ന് ഇവിടം വരെ വന്ന് ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ച ആ മനസ്സിന് നന്ദി നന്ദി നന്ദി. ഉളയൂരം കളമേളം കവിത പാടും തീരം പഴയ കാലങ്ങളെന്നും പടിമറയുവതിനി വരുമോ? ഈ ഗുരുപ്രണാമങ്ങളുടെ കാലം അവസാനിക്കാതിരിക്കട്ടെ. ഗുരുക്കന്മാരെ കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകൾ അവസാനിക്കാതിരിക്കട്ടെ. അവരോടുള്ള ബഹുമാനം നമുക്ക് അവസാനിക്കാതിരിക്കട്ടെ. സിനിമ എന്ന് പറഞ്ഞ ഒരു അത്ഭുത പ്രപഞ്ചം. മഹാകാവ്യങ്ങൾ പഠിക്കുന്നത് പോലെ പഠിക്കേണ്ടതാണ് പല ചലച്ചിത്ര കാവ്യങ്ങൾ. അജ്ഞാനമകറ്റി ജ്ഞാനം ദാനം ചെയ്യുന്നവൻ ഗുരുനാഥൻ. Boy Ice Cream Macta Pranama Sandhya co-powered by Rose Biryani Rice and In Shape. സ്നേഹാദരങ്ങളുടെ താര സംഗമത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള ചലച്ചിത്ര ലോകത്തെ നിറസാന്നിധ്യങ്ങളായ പ്രതിഭകൾക്കും മലയാളികളുടെ അക്ഷരപുണ്യം MT വാസുദേവൻ നായർക്കും മാക്റ്റയും മലയാള സിനിമയും നൽകുന്ന ആദരവിന്റെ നിമിഷങ്ങൾക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. പ്രണാമസന്ധ്യയിൽ ആദരവുകൾ ഏറ്റുവാങ്ങാനെത്തിയ വിശിഷ്ട അതിഥികളെ ഗുരുവന്ദനം നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നടൻ സിദ്ദിഖ്. എല്ലാവർക്കും നമസ്കാരം. പ്രണാമസന്ധ്യയിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. മാക്റ്റയ്ക്ക് വയസ്സ് 24. മാക്റ്റയുടെ ഗുരുപ്രണാമം ചടങ്ങിന് 17 വയസ്സ്. ഇത് 17ാമത്തെ പ്രണാമസന്ധ്യ. ഈ മനോഹര സന്ധ്യ
മാക്ടയോടൊപ്പം പങ്കിടാൻ എത്തിച്ചേർന്ന എല്ലാ മാന്യ അതിഥികളെയും, മാക്ട അംഗങ്ങളെയും, മലയാള സിനിമാ കുടുംബത്തിലെ ഇതര സംഘടനാ പ്രതിനിധികളെയും, മാക്ടയുടെ എല്ലാ അഭ്യുദയകാംക്ഷികളെയും സ്നേഹാദരങ്ങളോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈശ്വര സ്മരണയോടെ ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥന. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിലിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെന്നെ ശാന്തിയറിയണമേ. ഭൂമി അമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. രംഗപൂജയോടെ ഈ വേദിയെ ധന്യമാക്കാൻ നൃത്ത ചുവടുകളുമായി എത്തുന്നു ഗൗരി.
മാക്ടയുടെ ഈ പ്രണാമസന്ധിയിൽ അതിഥികളായി എത്തിയവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതാണ് അടുത്ത ചടങ്ങ്. മലയാളത്തിന് കാലം നൽകിയ കൈനീട്ടം, രാജ്യം ജ്ഞാനപീഠം നൽകി ആദരിച്ച അക്ഷര ചൈതന്യം, നിളയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, നമ്മുടെ സ്വന്തം MT വാസുദേവൻ നായർ. അദ്ദേഹത്തെ സ്നേഹബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആനയിക്കുന്നത് സംവിധായകൻ ശ്രീ GS വിജയനും നടൻ കൈലാഷും ചേർന്ന്. ശ്യാമസംഗീതം 70കളിലെയും 80കളിലെയും പ്രണയാതുര മനസ്സുകളിലും പ്രണയിതാക്കളുടെ അധരങ്ങളിലും തത്തിക്കളിച്ച മധുര സംഗീതം. ജോസഫ് സാമുവൽ എന്ന ശ്യാം. അർത്ഥസുന്ദരമായ വരികൾ, അത് സമ്മോഹന സംഗീതത്തോട് ചേരുമ്പോൾ സ്വർഗീയ ആനന്ദം കേൾവിക്കാരൻ അനുഭവിക്കാനാവും. തൻ്റെ കവിതകൾ കൊണ്ട് മലയാള ചലച്ചിത്ര സംഗീത ലോകത്ത് വിസ്മയങ്ങൾ തീർത്ത ഗുരുനാഥൻ ശ്രീ ബിച്ചു തിരുമല. ഈ പേര് സ്ക്രീനിൽ തെളിയുമ്പോൾ തിയേറ്ററിലെ ബാല്യങ്ങളും കൗമാരങ്ങളും യൗവനങ്ങളും ഹർഷാരവങ്ങളുടെ ഇടിമുഴക്കം ഉയർത്തുമായിരുന്നു. സംഘടനം ത്യാഗരാജൻ, വെള്ളിത്തിരയിൽ ആവേശത്തിരകൾ ഉയർത്തുന്ന സംഘടന സംവിധായകൻ. ഒരു നടനെ കഥാപാത്രമാക്കുന്ന അത്ഭുതങ്ങളിലൊന്ന് ചമയം. മലയാള സിനിമയിലെ ചമയ കലാകാരന്മാരിലെ കാരണവർ മേക്കപ്പ് മാൻ ശ്രീ പത്മനാഭൻ. RK എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണൻ. പോസ്റ്റർ ഡിസൈനിങ്, കലാസംവിധാനം, പെയിന്റിംഗ്, ചലച്ചിത്ര സംവിധാനം, വർണ്ണങ്ങളെയും അവയുടെ പ്രയോഗങ്ങളെക്കുറിച്ചും അഗാധ പാണ്ഡിത്യമുള്ള കലാകാരൻ. ശ്രീ RKയെ വേദിയിലേക്ക് ആനയിക്കുന്നത് കലാസംവിധായകൻ ബാവയും യുവ സംവിധായകൻ ജീൻ പോൾ ലാലും. നീലക്കുയിൽ മുതൽ 7ാം വരവ് വരെ 500-ലധികം ചിത്രങ്ങളിലൂടെ 4 തലമുറയിലെ താരങ്ങൾക്ക് ഉടയാടകൾ അണിയിച്ച കലാകാരൻ. 84ാം വയസ്സിന്റെ ഈ നിറവിൽ അദ്ദേഹത്തിന് മാക്ടയുടെ ആദരം. വസ്ത്രാലങ്കാര വിദഗ്ധനായ ശ്രീ നടരാജൻ മാസ്റ്ററെ വേദിയിലേക്ക് ആനയിക്കുന്നത് എഡിറ്റർ രഞ്ജൻ എബ്രഹാം. മാക്ടയുടെ ഈ പ്രണാമസന്ധിയിൽ അതിഥികളായെത്തിയ ഇതര സംഘടനാ പ്രതിനിധികളെ കൂടി ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ സിബി മലയിൽ, പ്രസിഡന്റ് ഫെഫ്കാർ, ശ്രീ വിജയകുമാർ, പ്രസിഡന്റ് കേരള ഫിലിം ചേംബർ. അതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി പ്രശസ്ത സംവിധായകനായ ശ്രീ ലാൽ ജോസിനെ വേദിയിലേക്ക് ക്ഷണിക്കും. മുൻപേ നടന്ന് നാട്ടുവെളിച്ചം പോലെ നമ്മുടെ കാഴ്ചയെ തെളിയിച്ചു തന്ന ഗുരുക്കന്മാരെ, നിങ്ങൾക്ക് പ്രണാമം. ഈ വലിയ മനുഷ്യർ വെട്ടിയ വഴികളിലൂടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന പുതുമുറക്കാരെ, നിങ്ങൾക്കും പ്രണാമം. ഇത് ധന്യമായ ഒരു സായാഹ്നം. അപൂർവമായി മാത്രം ലഭിക്കുന്ന ഈ ഒത്തുചേരലിലൂടെ നമ്മൾ വീണ്ടും നമുക്കിടയിലെ ദൃഢമായ സ്നേഹബന്ധത്തെ വെളിപ്പെടുത്തുകയാണ്. മനുഷ്യനെതിരാവുന്ന ഈ കാലത്ത് ഇതുപോലെ ലഭിക്കുന്ന ഒത്തുചേരലുകൾക്ക് ഏറെ പ്രസക്തി ഉണ്ടെന്ന് കരുതുന്നു.
മാക്ട എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് ജാതിമത രാഷ്ട്രീയ ഭേദമില്ല. സിനിമയാണ് നമ്മുടെ ജാതിയും മതവും. സംസ്കാരത്തിൻ്റെ മഹത്തായ കൊടിയടയാളം എഴുത്തിലൂടെ ഉയർത്തിപ്പിടിച്ച MT സാർ നമുക്ക് ഗുരുതുല്യനാണ്. MT സാറിന് മനസ്സാൽ ഗുരുവായി വരിച്ച അസഖ്യം മലയാളികളുടെ സ്നേഹവും ആദരവുമാണ് നാം ഇവിടെ അദ്ദേഹത്തിന് നൽകുന്നത്. ചലച്ചിത്രത്തിൻ്റെ വളർച്ചയിൽ വലിയ സംഭാവനകൾ നൽകിയ സംഗീത സംവിധായകൻ ശ്യാം സാർ, ഗാനരചയിതാവ് ബിജു തിരുമല സാർ, വസ്ത്രാലങ്കാര വിദഗ്ധൻ നടരാജൻ മാസ്റ്റർ, ചമയകലാകാരൻ പത്മനാഭൻ മാസ്റ്റർ, സംഘടന സംവിധായകൻ ത്യാഗരാജൻ മാസ്റ്റർ, കലാസംവിധായകൻ രാധാകൃഷ്ണൻ സാർ എന്നീ മഹത് വ്യക്തികളെ ഇവിടെ പ്രണമിക്കുമ്പോൾ നാം എല്ലാം അവരുടെ അനുഗ്രഹത്താൽ കൃതാർത്ഥരാവുകയാണ്. സംസ്കാരം എന്നാൽ ഏകശിലയല്ലെന്നും അത് വ്യത്യസ്ത ധാരകളുടെ സമന്വയമാണെന്നും പഠിപ്പിച്ച മഹത്തായ ഇന്ത്യൻ ബോധത്തിൽ നിന്നുകൊണ്ട് ഈ വൈകുന്നേരത്തിൻ്റെ അപൂർവതയെ നമുക്ക് മനസ്സാ സ്വീകരിക്കാം. കാറ്റിലൂടെ ഒരു വെളിച്ചം കെടാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പ്രിയ സഹപ്രവർത്തകരെ, നിങ്ങൾക്ക് കൂടുതൽ ജാഗ്രതയോടെ ആ വെളിച്ചത്തെ സൂക്ഷിക്കുക. ഏവർക്കും സുസ്വാഗതം. ചടങ്ങുകളുടെ ഔപചാരികമായ ഒരു തുടക്കം കുറിക്കുന്ന നിലവിളക്ക് തെളിയിക്കൽ ചടങ്ങിലേക്കായി ഇവിടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള അതിഥികളെ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കട്ടെ. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന 8 ഗുരുക്കന്മാരെ പറ്റി സംസാരിക്കുന്നതിനായി പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ രഞ്ജി പണിക്കരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്കറിയാം, തികച്ചും രാഗബദ്ധമായിരുന്ന മലയാള ചലച്ചിത്ര സംഗീത കാലത്തെ ചടുല താളങ്ങളിലേക്കും പുതിയ തലമുറയുടെ രുചികളിലേക്കും ആനയിച്ച സംഗീത സംവിധായകരുടെ ശ്രേണിയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വ്യക്തിത്വമാണ് സംഗീത സംവിധായകൻ ശ്രീ ശ്യാം. ഈ വേദിയിൽ അദ്ദേഹത്തിന് മാക്ട പ്രണാമം അർപ്പിക്കുന്നു. ബിജു തിരുമല എന്ന ചലച്ചിത്ര ഗാനരചയിതാവിനും ആമുഖങ്ങൾ ആവശ്യമില്ല. പക്ഷേ മലയാള ചലച്ചിത്ര സംഗീതത്തെ മണ്ണിലേക്ക് ആനയിച്ച എഴുത്തുകാരനാണ് അദ്ദേഹം. ഏറ്റവും മധുര കോമള പദാവലികളുടെ ഒരു കാലത്ത് നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഒരു ഭാഷ കൊണ്ട് മലയാള ചലച്ചിത്ര ഗാനങ്ങളെ അദ്ദേഹം ജനമനസ്സുകളിൽ പ്രതിഷ്ഠിച്ചു. ഏറ്റവും ജനകീയനായ ചലച്ചിത്ര ഗാനരചയിതാവാണ് ബിജു തിരുമല. അദ്ദേഹത്തെ മാക്ട ഇന്ന് ആദരിക്കുന്നു. ത്യാഗരാജൻ മാസ്റ്റർ അദ്ദേഹത്തിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് വെള്ളിത്തിരയിൽ തെളിയുമ്പോൾ ഒരു വലിയ ആ കാലത്തെ ഏറ്റവും മികച്ച താരങ്ങളുടെ പേര് തെളിയുമ്പോൾ പ്രകടിപ്പിച്ചിരുന്ന അത്ര തന്നെ ആദരത്തോടെ, അത്ര തന്നെ ആവേശത്തോടെയാണ് സിനിമാ പ്രേക്ഷകർ സ്റ്റൺസ് ത്യാഗരാജൻ എന്ന ടൈറ്റിലിനെ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അദ്ദേഹം മലയാള ചലച്ചിത്ര രംഗത്തെ നിത്യഹരിത സംഘടന സംവിധായകനാണ്. അദ്ദേഹത്തിനും മാക്ട ഇന്ന് പ്രണാമം അർപ്പിക്കുന്നു. ചമയ കല എന്നാണ് നമ്മൾ മേക്കപ്പിനെ വിശേഷിപ്പിക്കുന്നത്. മലയാളത്തിൻ്റെ മാത്രം പദാവലിയിൽപ്പെടുന്ന ഒരു വിശേഷണവുമാണ് ചമയം. മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഈ വർണ്ണരഹിതമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തെ ചമയകല കൊണ്ട് സമ്പുഷ്ടമാക്കിയ കലാകാരനാണ് ശ്രീ പത്മനാഭൻ. അദ്ദേഹത്തെ മാക്ട ഇന്നിവിടെ ആദരിക്കുകയാണ്. RK ചിത്രകാരനാണ്. മലയാള സിനിമയ്ക്ക് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള കലാ
അന്തരീക്ഷം സൃഷ്ടിച്ച കലാസംവിധാനം കൊണ്ട് മലയാള സിനിമയ്ക്ക് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള പശ്ചാത്തലങ്ങൾ സമ്മാനിച്ച കലാസംവിധായകൻ എന്നാണ് നാം ആർക്കെയെ വിലയിരുത്തേണ്ടത്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, അദ്ദേഹം ബഹുമുഖ പ്രതിഭയാണ്, സംവിധായകനാണ്, പരസ്യ കലാകാരനാണ്, കലാസംവിധായകനാണ്. ആർക്കെ എന്ന രാധാകൃഷ്ണനെ മാക്ട ഇന്നിവിടെ ആദരിക്കുകയാണ്. വസ്ത്രാലങ്കാരം, നമ്മുടെ വെള്ളിത്തിരകളെ അലങ്കരിച്ച കലാകാരൻ തന്നെയാണ് നടരാജൻ മാസ്റ്റർ. അദ്ദേഹത്തെയും ഇവരെല്ലാവരും തന്നെ തങ്ങളുടെ കാലത്തെ വെള്ളിത്തിരയിൽ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തിത്വങ്ങളാണ്. ഇവരെയെല്ലാം ഇന്ന് മാക്ട ആദരിക്കുന്നു. ഒപ്പം ഇന്ന് നിർഭാഗ്യവശാൽ ഇവിടെ ഈ വേദിയിൽ എത്തിച്ചേരാൻ കഴിയാതെ പോയി നമ്മുടെ പ്രിയപ്പെട്ട ശശിയേട്ടൻ IV ശശി. മാക്ട അദ്ദേഹത്തിൻ്റെ വസതിയിൽ മദിരാശിയിലെത്തി ഈ ആദരം സമർപ്പിച്ചു കഴിഞ്ഞു. മലയാളത്തിന്റെ വെള്ളിത്തിരകളിൽ വിജയ ചിത്രങ്ങൾ കൊണ്ട് ജൈത്രയാത്ര നടത്തിയ സംവിധായകൻ IV ശശി. മലയാള സിനിമാ ചരിത്രത്തിൽ പരീക്ഷണങ്ങൾ കൊണ്ട് കൊടുങ്കാറ്റ് തീർത്ത ചലച്ചിത്രകാരൻ. വേറിട്ട സംവിധാന ശൈലിയും മികവും കൊണ്ട് ഐതിഹാസിക വിജയങ്ങളുടെ സംവിധായകനെന്നും IV ശശി അറിയപ്പെട്ടു. ത്യാഗോജ്വലമായ 4 പതിറ്റാണ്ടുകളിലൂടെ തിയേറ്ററുകളെ ഇളക്കിമറിച്ച 150-ൽ പരം ചിത്രങ്ങൾ. മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് ഏറ്റവും അധികം മലയാള ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് വെള്ളിത്തിരയിൽ എത്തിച്ചതും ഈ ചലച്ചിത്ര പ്രതിഭയാണ്. IV ശശി എന്ന കർമ്മധീരന്റെ കരങ്ങൾക്ക് കരുത്തു പകരാൻ കാലത്തിന്റെ കലണ്ടർ കള്ളികൾ കാത്തുവച്ചിരുന്നത് 4 സംസ്ഥാന പുരസ്കാരങ്ങളും ദേശീയ ചലച്ചിത്ര പുരസ്കാരവും JC ഡാനിയേൽ പുരസ്കാരവുമായിരുന്നു. ഗുരുപ്രണാമ ചടങ്ങ് ആരംഭിക്കുകയാണ്. ഗുരുപൂജയിലൂടെ നമ്മുടെ യാത്ര സുഗമമാക്കാൻ പാത വെട്ടിത്തെളിച്ച് മുമ്പേ സഞ്ചരിച്ച ഗുരുക്കന്മാരെ നമിക്കുന്ന ആദരണീയ പതിവ് മലയാള സിനിമയിൽ തുടങ്ങിയത് മാക്ടയാണ്. ഗുരുക്കന്മാരെ ആദരിക്കുമ്പോൾ നാം നമിക്കുന്നത് നമ്മുടെ ശ്രേഷ്ഠമായ പൈതൃകത്തെയാണ്. ഗുരു എന്നത് ഭാരതീയമായ ഒരു മഹാസങ്കല്പമാണ്. ഇരുട്ടിനെ അകറ്റി വെളിച്ചം പകരുന്നവൻ ഗുരു. അജ്ഞാനമകറ്റി ജ്ഞാനം ദാനം ചെയ്യുന്നവൻ ഗുരുനാഥൻ. ഏത് കർമ്മത്തിൻ്റെയും സമംഗള സമാരംഭത്തിനും സമംഗള സമാപ്തിക്കും ഗുരുചിന്തനവും ഗുരുവന്ദനവും അനിവാര്യമാണ്. തമസോമ ജ്യോതിർഗമയ എന്ന് ഭാരതീയർ പ്രാർത്ഥിക്കുമ്പോഴും ലീഡ് കൈൻഡ്ലി ടു ലൈറ്റ് എന്ന് പാശ്ചാത്യർ ഉരുവിടുമ്പോഴും വെളിച്ചത്തിൻ്റെ സൂര്യകോടി പ്രഭ ചൊരിയുന്ന ഗുരു തന്നെയാണ് സ്മരിക്കപ്പെടുന്നത്. ദക്ഷിണ വെച്ച് നമുക്ക് മുമ്പ് നല്ലത് ചെയ്തു വച്ച് നന്മ കാണിച്ചു തന്ന, വിദ്യ ഉപദേശിച്ചു തന്ന ചലച്ചിത്ര ഗുരുക്കന്മാരെ നമുക്ക് ആദരിക്കാം. പാദം തൊട്ട് വന്നിച്ച് കാലാതീതമായ കലയുടെ അനുഗ്രഹാശിസുകൾ നേടാം. മലയാളി മനസ്സിന്റെ താഴ്വരയിൽ ദേവദാരു പോലെ പൂത്തിറങ്ങിയ സംഗീതത്തിന്റെ 5 പതിറ്റാണ്ടുകൾ. മലയാള ചലച്ചിത്ര സംഗീതത്തിന് മെലഡികളുടെ പൂക്കാലം ഒരുക്കിയ ചലച്ചിത്ര സംഗീത സംവിധായകൻ ശ്യാം എന്ന സാമുവേൽ ജോസഫ്. MS വിശ്വനാഥൻ കൈപിടിച്ചു നടത്തിച്ച് ചലച്ചിത്ര സംഗീത രംഗത്തെത്തിച്ച ശ്യാം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലായി 300-ലധികം ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം കൊണ്ട് പാട്ടൊരുക്കി. സാഗർ ഏലിയാസ് ജാക്കി. ഒപ്പം നിരവധി ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതവും. മലയാളത്തിന്റെ ഹൃദയതന്ത്രികൾ തൊട്ട ഗാനങ്ങൾക്ക് 1983-ലും 1984-ലും മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ശ്യാമിന്റെ സപ്തസ്വര വഴികൾക്ക് കരുത്തു പകർന്നു. മലയാളികൾ ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു CBI ഡയറി കുറിപ്പിന്റെ ഹൃദയം ത്രസിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും ശ്യാമിന്റെ വിരൽത്തുമ്പുകളിൽ പിറവിയെടുത്തതാണ്. സംഗീത സാഗരത്തിൽ നിന്ന് ഉയർന്ന മൈനാകമായി ചലച്ചിത്ര ലോകത്ത് ഹൃദയഹാരിയായ ഗാനങ്ങൾ കൊണ്ട് പാട്ടിന്റെ തിരയിളക്കിയ ചലച്ചിത്ര സംഗീത സംവിധായകൻ ശ്യാമിനെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിനായി പ്രണാമസന്ധ്യയുടെ ഈ സന്ധ്യമയങ്ങിയ വേദി 1000 പ്രണാമങ്ങളോടെ ക്ഷണിക്കുന്നു. പ്രശസ്ത
സംഗീത സംവിധായകനായ ശ്രീ ശ്യാമിന് ഗുരുദക്ഷിണ നൽകുന്നതിനായി ഗായകൻ മധു ബാലകൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പൊന്നാട സമർപ്പിക്കുന്നത് സംവിധായകനായ ശ്രീ ജോഷി. മെമന്റോ നൽകുന്നതിനായി പ്രശസ്ത സംവിധായകനായ ബാലചന്ദ്ര മേനോനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുരുവിനെ വന്ദിച്ചാൽ ദൈവം നമുക്ക് നല്ലത് വരുത്തും. മലയാളികൾക്ക് നിത്യഹരിത ഈണങ്ങളിലൂടെ മറക്കാനാവാത്ത നിരവധി ചലച്ചിത്ര ഗാനങ്ങൾ സമ്മാനിച്ച അനുഗ്രഹീത സംഗീത സംവിധായകൻ ശ്യാം സാറിന്റെ സംഗീതത്തിലൂടെ ഇമ്പമാർന്ന ഗാനം മൈനാകം എന്ന ഗാനവുമായി മാക്ട പ്രണാമസന്ധ്യയുടെ ഈ വേദിയിലെത്തുന്നു നമ്മുടെ പ്രിയ ഗായിക രാജലക്ഷ്മി. దసని పనిద గమ పాప గమ పని ని సాసా పని సరి పమ గగా పాప పమరి ని పని మారి ని ద గమ పప మ పని ని పని సరియా കാത്തു നിൽക്കും ജലധങ്ങൾ പോലെ മഴനീർ കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലധങ്ങൾ പോലെ മൗനങ്ങളാകും വാൽമീകമെന്നും വളരുന്നു പടരുന്നു തകരുന്നു ഞൊടിയിടയ്ക്കകമെന്നെന്നും മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ.
നിധികൾ നിറയും ഖനി തേടിയോരോ വനഭൂമി തോറും പരതുന്നു ഹൃദയം. പമരിസനീ ധനി സമാഗനീത ഗമപനീനി പനി സദാദ മഗസനി തപസാ വനഭൂമി തോറും പരതുന്നു ഹൃദയം. വീശുന്ന കാറ്റിൻ മൂളുന്ന പാട്ടിൽ വനികയിലൊരു കുലമലരിനു ചൊടിതളിലൊരാവേശം മൈനാകം. കടലിൽ നിന്നുയരുന്നു ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നു. ശിശിരങ്ങൾ തിരയുന്നു. ശിശിരങ്ങൾ തിരയുന്നു. ഔസേപ്പച്ചൻ, ബിജിബാൽ, ഗോപി സുന്ദർ, രാഹുൽ രാജ്, അൽഫോൺസ്. മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് പുതുമയാർന്ന ഈണങ്ങൾ സമ്മാനിച്ച അനുഗ്രഹീത സംഗീത സംവിധായകൻ. മലയാള സിനിമയിലെ ഗുരുവര്യന്മാർക്ക് മാക്ടയുടെ പ്രണാമം അർപ്പിക്കുന്ന ഈ വേദിയിൽ ഈ 5 സംഗീത പ്രതിഭകൾക്കും അവരുടെ മറക്കാനാവാത്ത ഗാനങ്ങളുടെ സ്വരരാഗങ്ങളാൽ ഞങ്ങൾ ആദരമർപ്പിക്കുന്നു. 3 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയുടെ ഗാനവീഥികളിൽ നിറസാന്നിധ്യമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സംഗീത സംവിധായകൻ ഔസേപ്പച്ചന് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതിഭാ പ്രകടനത്തിനായി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇപ്പോൾ ഞാനിവിടെ ഈ പാട്ട് വയലിനിൽ വായിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട് വാങ്ങിച്ചതാണ്. എൻ്റെ അടുത്ത് ആരും പറഞ്ഞതല്ല, ഞാൻ തന്നെ വോളണ്ടറി ആയിട്ട് പറഞ്ഞതാണ്. അതിനൊരു കാരണമുണ്ടായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കാരണന്മാരെ ഓർക്കണമല്ലോ. എൻ്റെ സംഗീത ജീവിതത്തിൽ എൻ്റെ തലതൊട്ടപ്പനായ ONV സാറ് എഴുതിയ എൻ്റെ എല്ലാമായ എൻ്റെ മെൻറ്ററായ ഭരതേട്ടൻ, അതിലുപരി ഞാൻ ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം മമ്മൂക്കിക്ക് വേണ്ടി എൻ്റെ വിരലുകൾ അനക്കിയ പാട്ട്. ഇപ്പം മുമ്പിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഇരിക്കുന്നുണ്ട്, സന്തോഷമായി. ഓക്കെ.
മെറി ബോയ് ഐസ്ക്രീം മാക്ട പ്രണാമസന്ധ്യ കോ-പവേർഡ് ബൈ റോസ് ബിരിയാണി റൈസ് ആൻഡ് ഇൻഷേപ്പ്. ഈ താരസംഗമ വേദിയിൽ ഇനി ആദരവിന്റെ നിമിഷങ്ങളാണ്. ചലച്ചിത്ര കഥയുടെ കാമ്പും കഴമ്പുമറിഞ്ഞ് പാട്ടെഴുതുന്ന തൂലിക തൊട്ട 45 വർഷങ്ങൾ. മലയാള ചലച്ചിത്ര ഗാനരചനാ രംഗത്ത് ആമുഖം ആവശ്യമില്ലാത്ത കവി ബിച്ചു തിരുമല. ഭജഗോവിന്ദം എന്ന ചിത്രത്തിലൂടെ പാട്ടെഴുത്തിന്റെ വഴികളിലെത്തിയ ബിച്ചു തിരുമലയുടെ തൂലികത്തുമ്പിൽ നിന്ന് ഉതിർന്നു വീണ അക്ഷരമുത്തുകളുടെ സുഗന്ധമൂറുന്ന പാട്ടുകളിലൂടെ മലയാളി എന്നും ഹൃദയത്തിൽ ആരാധിക്കുന്നു ബിച്ചു തിരുമലയെ. 70കളിലും 80കളിലും മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് നൽകിയ നിരവധി നിത്യഹരിത ഗാനങ്ങൾ ബിച്ചു തിരുമലയുടെ പേരിൽ എന്നും കുറിക്കപ്പെട്ടു. 1981ലും 1991ലും മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും കരസ്ഥമാക്കി ബിച്ചു തിരുമല പുരസ്കാര പുണ്യം നേടി. മലയാളികളുടെ ഹൃദയത്തിൽ തേനും വയമ്പും നിറച്ച പാട്ടുകളുമായി ഇന്നും അഭ്രപാളികളിൽ അക്ഷരശോഭയുമായി പാറിപ്പറക്കുന്ന വാനമ്പാടിയായ മലയാള സിനിമയുടെ സ്വന്തം ഗാനരചയിതാവ് ബിച്ചു തിരുമലയെ ചലച്ചിത്ര ഗാനരചനാ രംഗത്ത് നൽകിയ അമൂല്യമായ സംഭാവനകളെ ആദരിച്ച് പ്രണാമസന്ധ്യയുടെ ഈ സർഗവിസ്മയ രാവിലേക്ക് സപ്തസ്വരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത ഗാനരചയിതാവായ ശ്രീ ബിച്ചു തിരുമലയെ ഗുരുദക്ഷിണ നൽകി ആദരിക്കുന്നതിനായി പ്രശസ്ത ലിറിസിസ്റ്റായ സന്തോഷ് വർമ്മയെ വേദിയിലേക്ക് ആനയിക്കുന്നു. പൊന്നാട അണിയിക്കുന്നത് പ്രശസ്ത നടനായ ശ്രീ ജോയ് മാത്യു. അദ്ദേഹത്തിന് മെമന്റോ നൽകുന്നതിനായി സുരാജ് വഞ്ഞാറമൂടനെ ക്ഷണിക്കുന്നു. ഗുരുവിനെ വന്ദിച്ചാൽ ദൈവം നമുക്ക് നല്ലത് വരുത്തും. മലയാളികളുടെ പ്രിയ സംഗീത സംവിധായകൻ ബിജി ബാലന് സ്നേഹാദരങ്ങളോടെ സ്വാഗതം. മെറി ബോയ് ഐസ്ക്രീം മാക്ട പ്രണാമസന്ധ്യ കോ-പവേർഡ് ബൈ റോസ് ബിരിയാണി റൈസ് ആൻഡ് ഇൻഷേപ്പിന്റെ സംഗീത സാന്ദ്രമായ ഈ വേദിയിലേക്ക്. എല്ലാ ഗുരുക്കന്മാർക്കും പ്രണാമം, സഹൃദയർക്കും നമസ്കാരം. ഇങ്ങനൊരു വലിയ വേദിയിൽ സംഗീതജ്ഞരുടെയും എഴുത്തുകാരുടെയും സംവിധായകരുടെയും അവരെ ആദരിക്കുന്ന വേദിയിൽ ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി. പാട്ടുകളിലൂടെ സംസാരിക്കാം. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്ന സിനിമയിൽ പ്രേമിക്കുമ്പോൾ എന്നുള്ള പാട്ടാണ് ആദ്യം. ഗണേഷ് സുന്ദരവും സിത്താരയും ചേർന്ന് പാടും. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ പേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ, അലയുകയല്ലോ. ഒരു മലരിതളായി മലർ
പനി തീർക്കും വിരഹനിലാവായി മരുവും തീർക്കും പ്രേമം. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ. ഹൃദയമേ നീ ചഷകമായി നുരയുവതെന്തിനോ ശലഭമായി ഞാൻ തിരിയിൽ വീഴാൻ ഇഴയുവതെന്തിനോ. നിഴലുകൾ ചായും സന്ധ്യയിലാണോ പുലരിയിലാണോ ആദ്യം കണ്ടു നമ്മൾ. പ്രേമിക്കുമ്പോൾ പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ. ഓളങ്ങൾ തൻ ഏതോ തേരി പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ. എൻ്റെ പാപ്പച്ചി, എൻ്റെ ഗുരു. Many Boy Ice Creams Pranama Sandhya powered by Rose Biryani Rice and co-powered by InShape inde എല്ലാ അതിഥിക്കും ഒരിക്കൽ കൂടി സ്വാഗതം രേഖപ്പെടുത്തുന്നു. And now it is time to felicitate the national winners. So ആദ്യമായിട്ട് I request the first winner on stage, Shri V.K. Prakash for the best film on social issue, Nirnayagam, to kindly come on stage. And to give away the award, I request the Chakroma fame Senior Director, Mr. Sajan, to kindly join us on the dais. ഇത് രണ്ടാമത്തെ ദേശീയ അവാർഡാണ്. ആദ്യത്തെ സിനിമ കിട്ടി പിന്നെ 17 കൊല്ലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ദേശീയ അവാർഡ് കിട്ടിയത്. പക്ഷേ എങ്കിലും മാക്ടയുടെ ഈ ഒരു ആദരവ് വളരെ സന്തോഷം സ്വീകരിക്കുന്നു. അത് വളരെ പ്രോത്സാഹനമായിട്ട് ഞാൻ കരുതുന്നു. താങ്ക് യു. I request Ramendra Babu to kindly come on stage. Mary Boy Ice Cream Pranama Sandhya powered by Rose Biryani Rice, co-powered by InShape. And the next national award winner is Shri Vinod Mangara. It's for the best Sanskrit film, Priya Manasam. വളരെ സന്തോഷമുണ്ട്. 22 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ മറ്റൊരു സംസ്കൃത സിനിമ ഉണ്ടായത്. ലോകത്തിലെ തന്നെ 3ാമത്തെ സംസ്കൃത സിനിമ. അതിനൊരു വലിയൊരു ഭാഗ്യമുണ്ടായി. മാക്ട ഗുരുക്കന്മാരെ ആലോചിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് പോലെ ഉണ്ണായി വാര്യർ എന്ന ഒരു മഹാകവിയെ ആലോചിക്കുകയും ആദരിക്കുകയും ചെയ്തതിൻ്റെ പരിണതഫലമാണ് പ്രിയമാനസം എന്നുള്ള ഈ 3ാമത് സംസ്കൃത ചിത്രം. സന്തോഷം. താങ്ക് യു സർ. അവാർഡ് നൽകാനായി ശ്രീ രഞ്ജി പണിക്കർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നടൻ, ദ യങ്സ്റ്റർ ശ്രീ ജയസൂര്യ is the award winner, and that is the special jury award winner for both national and state level for his movie Sususudhi Vatmikam.
സിനിമ കണ്ടിരുന്ന കാലം മുതലേ നമ്മളെല്ലാം കണ്ടിരുന്നതാണ് സംഗീതം, ശ്യാം, അതുപോലെ തന്നെ സംഘട്ടനം, ത്യാഗരാജൻ. അവരൊക്കെ നേരിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. ആ ലെജൻസൊക്കെ നിന്നിട്ടുള്ള വേദിയിൽ നമുക്ക് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊക്കെ എന്താ പറയുക, അതൊക്കെയാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്. നാളെ അവരിരുന്നത് പോലെ ഞങ്ങൾക്കും ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ, ഞങ്ങളുടെ തലമുറയ്ക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ ഞങ്ങൾക്ക് കൂടുതൽ ജോലി ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Thank you. And I invite the gorgeous Namita Pramod to kindly come on stage to hand over the award. സർട്ടിഫിക്കറ്റ് നൽകാനായി പാരീസ് ബുട്ടീക്കിൻ്റെ മാനേജിംഗ് പാർട്ട്നേഴ്സായ അനിൽ മുഹമ്മദ് ആൻഡ് ജമാൽ മുഹമ്മദിനെയും കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത നാഷണൽ അവാർഡ് വിൻ ചെയ്ത മാസ്റ്റർ ഗൗരവ് ജി മേനനാണ് ഫോർ ദ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ഫോർ ദ മൂവി ബെൻ. ലിറ്റിൽ ബെൻ എന്താണ് നമ്മൾ എല്ലാവരോടും ഈ ഒരു നിമിഷത്തിൽ ഇത്രയും മെഡൽസിന്റെ നടുക്കിൽ ഒരു യങ്സ്റ്റർ അവാർഡ് വിന്നർ ആവണമെങ്കിൽ എന്താ പറയാനുള്ളത്? എന്താ പറയുന്നതെന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഇത്ര വലിയ ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് ഈ മാക്റ്റിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, എനിക്ക് അതിയായ സന്തോഷമുള്ളത്. താങ്ക് യു വെരി മച്ച്. ആൻഡ് അവാർഡ് കൊടുക്കാനായി ഐ റിക്വസ്റ്റ് അലിൻസിയ ടു കൈൻഡ്ലി കം ഓൺ സ്റ്റേജ്. സർട്ടിഫിക്കറ്റ് നൽകാനായി ദ മാർക്കറ്റിംഗ് മാനേജർ ഓഫ് ആൽബ ക്ലോത്തിങ്സ് വിനയ് ലാലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Once again, I thank Mary Boy Ice Creams for sponsoring for Pranama Sandhya, powered by Rose Biryani Rice, co-powered by InShape. ഒരു തലമുറയിൽപ്പെട്ടവർ തന്നെ അവരുടെ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഒരു സായാഹ്നമാണ്. യുവത്വത്തിന്റെ സംഗീതം മലയാളിക്ക് സമ്മാനിച്ച സംഗീത സംവിധായകൻ രാഹുൽ രാജ്. ആദരവിന്റെ ഈ വേദിയിൽ ആർദ്രമായ ഗാനങ്ങൾ ഉണർത്തുവാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രാഹുൽ രാജിനെ. ഇത്തരമൊരു ഗുരുക്കന്മാരെ സ്മരിക്കുന്ന, പ്രണമിക്കുന്ന ഒരു സന്ധ്യയിൽ ഇതിലൊരു ഭാഗമാകാൻ എനിക്കും പറ്റിയെന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. ഇറ്റ് ബി എ വെരി സ്മോൾ പ്രസൻറ്റേഷൻ ഓഫ് 3 songs. ഐ ഹോപ്പ് യു വിൽ ലൈക്ക് ഇറ്റ്. ആദ്യത്തെ പാട്ട് കോഹിനൂർ എന്ന സിനിമയിലെ ഹേമന്തമൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അത് ആലപിക്കാൻ പോകുന്നത് ശ്രീ രാകേഷ് ബ്രഹ്മാനന്ദൻ. മറ്റൊരു എസ്റ്ററിയർ ലെജൻഡറി സിംഗറായിട്ടുള്ള ബ്രഹ്മാനന്ദൻ സാറിൻ്റെ മകനാണ് രാകേഷ് ബ്രഹ്മാനന്ദൻ. ഐ വിൽ ഇൻവൈറ്റ് രാകേഷ് ടു ദ സ്റ്റേജ്. ഹേമന്തമിൻ കൈക്കൊമ്പിളിൽ തൂവും നിലപ്പൂവ് നീ, പൂങ്കാറ്റുപോൽ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനേതാ, കിളിപാടുന്ന പാട്ടെൻ്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം തേന്മാരിയ.
നിന്റെ മൗനവും മൊഴിഴ തുന്നിയേകവേ എന്നും ഈ വഴി കനവോടു കാത്തിരുന്നു ഞാൻ നിമിഷങ്ങളാനന്ദശലഭങ്ങളായി ഇന്നലയുന്നു നിന്നോർമ്മയാകെ നെഞ്ചിന്നോ ഞാനിൽ മെല്ലെ നിന്നെ എന്നും താരാട്ടാമോമൽ പൂവേ മന്ദമെൻ കൈക്കൊമ്പിളിൽ തൂവും നിലാപ്പൂവു നീ സനി സപമപ പമഗരി സരിനീ കണ്ണിലായിരം മെഴുതിരി മിന്നിടുന്നപ്പോ മെല്ലെ വന്നു നീ ചിരിമലരാദ്യമേകവേ നിൻ ശിശിരങ്ങളിടതെയ്ത പുലർവേളയിൽ ഞാൻ മഴവില്ലിനിതളായി മാറി നിന്നും കൺചിമ്മും താരം പോലെ എന്നെ ചേരാമോ എന്നും കണ്ണേ ഈ മന്ദമെൻ കൈക്കൊമ്പിളിൽ തൂവും നിലാപ്പൂവു നീ പൂങ്കാറ്റുപോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനേതാ കിളിപാടുന്ന പാട്ടെൻ്റെ കാതിൽ കളിയോതുന്നു നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം തേന്മാറിയ മെറി ബോയ് ഐസ്ക്രീം മാക്ട പ്രണാമസന്ധ്യ കോ പവേർഡ് ബൈ റോസ് ബിരിയാണി റൈസ് ആൻഡ് ഇൻഷേപ്പ്. ഈ താരസംഗമവേദിയിൽ വീണ്ടും ആദരവിന്റെ നിമിഷങ്ങൾ. കഥയും കഥാപാത്രങ്ങളും കഥാസാഹചര്യങ്ങളും മനസ്സിൽ ആവാഹിച്ച് കഥാപാത്രങ്ങൾക്ക് ചായം തൊടുമ്പോൾ ഒരു മേക്കപ്പ് മാൻ എന്ന കലാകാരൻ വേറിട്ട് നിൽക്കുന്നു. അഭിനേതാക്കൾക്കും കാഴ്ചക്കാർക്കും ഇടയിൽ മേക്കപ്പ് കലയിലൂടെ കഥാപാത്രങ്ങളെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. ഇത് പത്മനാഭൻ എന്ന കലാകാരന്റെ കാലം തെളിയിച്ച കരവിരുത്. സത്യൻ, പ്രേം നസീർ, ഉമ്മർ, അടൂർ ഭാസി, ഷീല, സോമൻ, സുകുമാരൻ തുടങ്ങിയ താരങ്ങൾ പത്മനാഭന്റെ ചമയചാരുതയിൽ മിന്നിത്തിളങ്ങി. പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി സംവിധായകർക്കൊപ്പം പത്മനാഭൻ ചമയകലയിൽ കർമ്മമുദ്ര ചാർത്തി. സാമൂഹ്യ പ്രസക്തിയുള്ള സിനിമകൾക്കൊപ്പം വടക്കൻ പാട്ടുകളെ ആധാരമാക്കി പുറത്തിറങ്ങിയ സിനിമകളിലും പത്മനാഭൻ ചമയകർമ്മം നിർവഹിച്ചു. മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലായി 90-ലധികം ചിത്രങ്ങളിൽ ചമയം ചാർത്തിയ കലാകാരൻ പത്മനാഭനെ സർഗവസന്തം ചമയമണിയുന്ന ഈ പ്രണാമസന്ധ്യയുടെ പുരസ്കാര പുണ്യ സദസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ പത്മനാഭന് ഗുരുദക്ഷിണ നൽകുന്നതിനായി മേക്കപ്പ് മാനായ ശ്രീജിത്ത് ഗുരുവായൂരിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മെമന്റോ നൽകുന്നതിനായി ശ്രീ കുഞ്ചാക്കോ ബോബനെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുന്നതിനായി പ്രശസ്ത സംവിധായകനായ ശ്രീ ബാലു കിരിയത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു.